അനുഗ്രഹത്തിനായി നമ്മുടെ ദൈവമേ നല്ല വേളയ്ക്കാണ് ദേവനുടെ സമ്മതത്തിലെ ഉടമ്പടിക്ക് പണ്ടപടിക്കായി കടന്നു ദേവനോട് ഉടമ്പടിക്ക് പണ്ടപടിക്കായി കർത്താവേ മക്കളും ഉണ്മயான കാര്യത്തിൽ தேவனாய கர்த்தர் துவக்கம் முடிவு வரையிலும் தேவ பிரசன்னமும் தேவனுடைய மகிமை வெளிப்படும்படிக்காய் ஜெபிக்கிறோம். இன்னைக்கு இயேசு கிறிஸ்து ஆண்டவரே உமக்கு ஸ்தோத்திரம். யோர்தான் நதியில இறங்கி நின்ற பொழுது பரலோகம் திறந்திருந்தது போல இப்பொழுது பரலோகம் திறந்திருப்பதாக தேவனாய கர்த்தர் வானத்திலிருந்து ஆண்டவரே உமக்கு ஸ்தோத்திரம். இவனில் நான் பிரியமாய் இருக்கிறேன் என்று சொன்னார். இந்த காரியத்துல தேவனுடைய பிரிய வெளிப்படும்படிக்காய் ஸ்தோத்திரிக்கிறோம். தேவ கரங்களை தாழ்த்தி தருகிறோம். ஒவ்வொருவரையும் நீர் ஆசீர்வதியும் பெரிய காரியங்களை செய்யும். യേശുവിൻ നാമത്തിൽ ജപിக்கிறோം പിതാവേ. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം ഇന്ന് ഈ പകൽവേളയിലും വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ഏറെ ആഴ്ചകളായി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതുപോലെ നമ്മൾ ഈ സ്നാന ശുശ്രൂഷ നമ്മൾ ഈ കടവിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവങ്ങളെ സഹായിച്ചു. ആലയത്തിൽ 4 പേര് മകൾ ജ്ഞാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി തീരുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുമാനിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കും. വാക്യം ഞാൻ വായിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഇവിടെ പ്രകാരമാണ് വായിക്കുന്നത്. ആ പെട്ടകത്തിൽ അല്പജനം എന്നു വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം നമുക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞാൽ ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. നോഗയുടെ കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മനുഷ്യന്റെ ആ അവസ്ഥയെക്കുറിച്ച് ദൈവം വളരെ ദുഃഖിക്കുന്നൊരവസ്ഥയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എല്ലാം നല്ലത് എന്ന് കണ്ട ദൈവം മനുഷ്യന്റെ പാപം നിമിത്തം മനുഷ്യൻ ചെയ്ത പാപങ്ങളെ ചിന്തിച്ചു ദൈവം മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് അനുഭവിച്ചു എന്നാണ് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. മനുഷ്യൻ അത്രയ്ക്ക് പാപികളായി തീർന്ന് മനുഷ്യൻ പാപം കൊണ്ട് മുഴുത്തപ്പോൾ ദൈവം സർവശക്തനായ ദൈവം മനുഷ്യന് വേണ്ടി ഒരു രക്ഷണീയ പ്രവൃത്തി ഉണ്ടാക്കുവാനിടയായി. ലോകം മൊത്തം പാപികളായി തീർന്നപ്പോൾ അതിന്റെ നടുവില് നീതിമാനായി വിശ്വസ്തനായി ദൈവത്തോട് കൂടെ നടന്ന ഒരുവനെ അവിടെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അത് നോഹ എന്ന് പറയുന്ന വ്യക്തിയാണ്. ലോകം മൊത്തം പാപത്തിലായി, ലോകം മൊത്തം പാപികളായി. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു നീതിമാനുണ്ടായിരുന്നു. അത് നോഹയാണ്. നോഹയോട് സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം പറഞ്ഞു. ഞാൻ ലോകം മൊത്തം നശിപ്പിക്കാൻ പോവുകയാണ്. കാരണം എല്ലാവരും പാപികളാണ്. പാപം എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോകം മൊത്തം ഞാനൊരു ജലപ്രളയം വരുത്തി നശിപ്പിക്കുന്നു. പക്ഷേ രക്ഷപ്പെടുവാൻ വേണ്ടി ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഒരു രക്ഷണ്യ പ്രവൃത്തിയും കൂടെ ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. 300 മുഴം നീളത്തിൽ ഒരു വലിയൊരു പെട്ടകം ഉണ്ടാക്കിയിട്ട് നീ ദേശത്തോട് സകലരോടും വിളിച്ചു പറയണം, ജലപ്രളയം വരുന്നു, മഴ പെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ഈ പെട്ടകത്തിൽ കയറിയാൽ രക്ഷ പ്രാപിക്കാമെന്ന് നീ ലോകത്തോട് വിളിച്ചു പറയണം. ആ പെട്ടകപ്പണി തീരുന്നതുവരെയും നോഹ ദേശത്തോട് ശക്തമായി വിളിച്ചു പറഞ്ഞു. പക്ഷേ ഒരു കുഞ്ഞു പോലും ആ പെട്ടകത്തിൽ കയറുവാൻ മനസ്സ് കാണിച്ചില്ല. കാരണം മഴ പെയ്യിപ്പിക്കുന്നു എന്ന് നോഹ പ്രസംഗിച്ചപ്പോൾ അന്ന് വരെ ഇല്ലാത്ത ഒരു സംഗതി അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് യുക്തിക്ക് വിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് അത് സാധ്യമല്ല, സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് നോഹയെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്ത് ആരും പെട്ടകത്തിൽ കയറിയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ നോഹയോട് പറഞ്ഞു, ആരും കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്, നീയും കുടുംബവും പെട്ടകത്തിൽ കടക്ക്. ശുദ്ധിയുള്ള മൃഗങ്ങളും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളെയും പെട്ടകത്തിൽ കടത്തുവാൻ വേണ്ടി കയറ്റുവാൻ വേണ്ടി നോഹയോട് ദൈവം പറയുവാനിടയായി. അങ്ങനെ നോഹ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ കയറി. ശുദ്ധിയില്ലാത്ത ആ മൃഗങ്ങളും ശുദ്ധിയുള്ള മൃഗങ്ങളും ഒക്കെ ആ പെട്ടകത്തിൽ കയറി. അവസാനം ദൈവം നോഹയോട് പറഞ്ഞതുപോലെ മഴ പെയ്യുവാൻ തുടങ്ങി.
നോക്കണമേ, അന്നുവരെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് അവിടെ സംഭവിച്ചത്. അവിടെ ലോകം മൊത്തം പാപത്തിലായപ്പോൾ അവർക്ക് രക്ഷപ്പെടുവാൻ ഒരു പദ്ധതി ദൈവം അവിടെ ഒരുക്കി കൊടുക്കുക. ആ പെട്ടകത്തെ കയറിയവരെ ദൈവം രക്ഷിക്കണമെന്ന ഉദ്ദേശത്തിൽ ദൈവം ആ വാതിലടച്ചു. മഴ പെയ്യുവാൻ തുടങ്ങി. ഇതിന്റെ 150 ദിവസം മഴ, ആ വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു. പെട്ടകം അങ്ങനെ ഭൂമിയിൽ നിന്ന് ഉയർന്നുയർന്ന് പോകുവാനിടയായി തീർന്നു. അവസാനം പരിഹസിച്ചവരും നിന്ദിച്ചവരും തള്ളിപ്പറഞ്ഞവരൊക്കെ ലക്ഷിക്കുമാറ് ആ പെട്ടകം ഭൂമിയിൽ നിന്ന് ഉയർന്നു. നോക്കണം, മുകളിൽ നിന്ന് മഴ പെയ്യുകയാണ്, ഭൂമിയിൽ നിന്ന് വെള്ളം പൊങ്ങുകയാണ്, നാലു ചുറ്റും വെള്ളമാണ്. ഈ പെട്ടകം ഈ വെള്ളത്തിന്റെ മീതെ ഉയർന്നു നിൽക്കുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നാലുപാടും വെള്ളം കൊണ്ട് നിറയുമ്പോഴും പെട്ടകത്തിൽ കയറി ആരും നഷ്ടപ്പെട്ടു പോയില്ല, പെട്ടകത്തിൽ കയറി ആരും നശിച്ചു പോയില്ല. ഒരു കാര്യം ഞാൻ പറയാം, നോഹയുടെ കാലം പോലെയാണ് നമ്മുടെ ഈ കാലവും എത്തിയിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു കാലം, വിശുദ്ധി ഇത്രയേറെ നഷ്ടപ്പെട്ട ഒരു കാലം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. യേശു കർത്താവ് തന്നെ പറഞ്ഞു, നോഹയുടെ കാലം പോലെ തന്നെ ആകുമെന്ന്, മനുഷ്യപുത്രന്റെയും കാലം. നമ്മൾ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട് നോക്കാമെങ്കിൽ നോഹയുടെ കാലം എത്രത്തോളം അധംപതിച്ചോ, പാപത്തിൽ നീരാടിയോ, അതുപോലെ നമ്മുടെ ഈ കാലവും പാപത്തിലായിരിക്കുകയാണ്, പാപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധിയില്ലാത്തൊരു കാലമായി തീർന്നിരിക്കുകയാണ്. എവിടെ നോക്കിയാലും പാപമാണ്. എന്നാൽ ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇവിടത്തെ മലകൾ കയറിയാലോ, നേർച്ചകൾ കാഴ്ചകൾ അർപ്പിച്ചാലോ, അർപ്പണങ്ങൾ ദർപ്പണങ്ങൾ നടത്തിയാലോ ഒന്നും പര്യാപ്തമല്ല. ആ പാപത്തിൽ നിന്ന്, ഈ പാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഒന്ന്, കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനും ദൈവവുമായി അംഗീകരിക്കണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും ദൈവവുമായി അംഗീകരിച്ച് ഈ ജലത്തിൽ ഇറങ്ങി സ്നാനപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ജലത്തിൽ സാക്ഷീകരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലെ അവകാശികളായി തീരുകയാണ്. നോഹയുടെ കാലം പോലെ ഒരു കാലമായി നമ്മുടെ കാലം എത്തിയിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. സമയത്തിന്റെ പരിധി നിമിത്തവും നമ്മുടെ ആരാധന മുന്നോട്ട് നടക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ഈ സ്നാനം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കവാടമാണ്. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നതാണ്. ഇന്ന് 6 പേര് ഈ ജലത്തിൽ ഇറങ്ങി സ്നാനപ്പെടുമ്പോൾ സ്വർഗം ഇപ്പോൾ സന്തോഷിച്ചു തുടങ്ങുകയാണ്. അവരുടെ പേരിപ്പോൾ ജീവപുസ്തകത്തിൽ എഴുതുകയാണ്. ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകനോ ദൈവമോ ആയിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, ഇതുവരെയും സ്നാനത്തെക്കുറിച്ച് ഒരറിവില്ലെങ്കിൽ, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും ദൈവവുമായി അംഗീകരിച്ച് ജലത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെട്ടാൽ മാത്രമേ നിത്യതയുടെ അവകാശിയായി തീരുവാൻ വേണ്ടി നമുക്ക് കഴിയത്തുള്ളൂ. അതിനായി ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പ്രാർത്ഥനയോടെ എല്ലാവർക്കുമായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കും. വഴിയെന്നോർത്തില്ല, ആഴമരാഞ്ഞില്ല, അലകൾക്കും
സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 17 വരെയും, മത്തായി സുവിശേഷം തന്നെ 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ ആർക്കെങ്കിലും രണ്ടുപേർക്ക് വായിക്കും. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്നും യോർദാൻകരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനും അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുമോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിച്ചാൽ ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. നാളെ അവൻ എന്നെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാർത്ഥന പോലെ ഇവൻ എന്റെ പ്രിയപുത്രൻ, എന്ന സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദവും ഉണ്ടായി. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവനോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കൽപ്പിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ എന്ന് അരുളി ചെയ്തു. നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ, മകനീയ ശുശ്രൂഷയ്ക്ക് കർത്താവേ സാക്ഷി വയ്പ്പാൻ ദൈവം നിങ്ങളെ ദൈവമേ, ഇന്ന് പകൽക്കാലം ശുശ്രൂഷ ദൈവം ധാരാളം അനുഗ്രഹിക്കണം. സ്നാപകനെയും സ്നാനാർത്ഥികളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ജീവിപ്പാൻ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, കർത്താവേ, പങ്കാളികളാകുമ്പോൾ കർത്താവേ നിങ്ങളുടെ പേര് കർത്താവേ എഴുതപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാളുകളിൽ കർത്താവേ ദൈവഭക്തിയോട് തന്നെ തുടർന്ന നാളുകളായിരിക്കാൻ ദൈവം ഞങ്ങളുടെ യാത്രയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നടക്കുന്ന ശുശ്രൂഷ എല്ലാം കർത്താവ് ആദ്യം മുതൽ അവസാനം വരെ ദൈവകൃപയിലായിരിക്കാൻ ഇടയാക്കണം. താഴ്ത്തി പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനെ സാക്ഷി നിർത്തി ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ ലോകത്തിൽ അവതരിച്ച് 33.5 തിരുവയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവപുത്രനെന്ന് വ്യക്തമായി തെളിയിച്ച ശേഷം നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ കയറി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയും അധിക താമസമിനാ തന്നയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർത്തുവാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയ അച്ഛ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാലും അപ്പോസ്തലിക ഉപദേശത്താലും നിന്റെ സാക്ഷ്യവചനത്തെ ആധാരമാക്കിയും ഞാൻ നിന്നെ 1000 ദൂതന്മാരെയും വിശുദ്ധ സഭയെയും സത്യദൈവത്തെയും സാക്ഷി നിർത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ഉടനെ പ്രിയ
രാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ ക്രിസ്തു യേശുവിനെ സാക്ഷി നിർത്തി ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപ പരിഹാരത്തിനായി സ്വർഗത്തിലെ സകല മഹിമകളും പദവികളും വെടിഞ്ഞ് ഈ താഴ്ന്ന ഭൂമിയിൽ അവതരിച്ച് 33.5 തിരുവയസ്സുവരെ ജീവിച്ച് ദൈവപുത്രനെന്ന് വ്യക്തമായി തെളിയിച്ച് തിരുവഴുത്തിൻ പ്രകാരം മരിച്ച് അരിമത്ഥ്യയിലെ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനും ഇപ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് തനിക്കു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനും അധിക താമസമിന തനിക്കു വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൽ പ്രിയ പ്രിൻസി പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാലും അപ്പോസ്തലിക ഉപദേശത്താലും നിന്റെ സാക്ഷ്യവചനത്തിന്റെ അടിസ്ഥാനത്താലും 1000 ദൂതന്മാരെയും വിശുദ്ധ സഭയെയും സത്യ ദൈവത്തെയും സാക്ഷി നിർത്തി ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ഇല്ലില്ല നിന്നാൽ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ട ക്രിസ്തു യേശുവിനെ സാക്ഷി നിർത്തി ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33.5 തിരുവയസ്സുവരെ ജീവിച്ച് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറിയിൽ കയറി തിരുവഴുത്തിൻ പ്രകാരം മരിച്ച് അരിമത്ഥ്യയിലെ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനും തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥയണഞ്ഞ് അധിക താമസവിന തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരാമെന്ന് അരുളി ചെയ്ത നസ്രേത്തുകാരനായ യേശു ക്രിസ്തുവിൽ പ്രിയ ഡിക്സൺ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാലും അപ്പോസ്തലിക ഉപദേശത്താലും നിന്റെ സാക്ഷ്യവചനത്തെ ആധാരമാക്കി ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. കണ്ടാലും ലോകത്തിന്റെ
ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനിരിക്കുന്ന ക്രിസ്തു യേശുവിനെ സാക്ഷി നിർത്തി. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപ പരിഹാരത്തിനായി സ്വർഗത്തിലെ സകല മഹിമകളും പദവികളും വെടിഞ്ഞ് ഈ താണഭൂമിയിൽ അവതരിച്ച് 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവപുത്രനെന്ന് വ്യക്തമായി തെളിയിച്ച് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറിയിൽ കയറി തിരുവഴുത്തിൻ പ്രകാരം മരിച്ച് അരിമത്യായിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനും തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് മധ്യസ്ഥണയ്ക്കുന്നവനും അധികം താമസമില്ല തന്റെ മക്കളെ ചേർക്കാൻ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരാമെന്ന് അരുളി ചെയ്ത ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൽ പ്രിയ നോബിൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാലും അപ്പോസ്തലിക ഉപദേശത്താലും നിന്റെ സാക്ഷ്യവചനത്തെ ആധാരമാക്കി ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ആത്മസ്നാനവും സ്നേഹിച്ചവനും നമ്മുടെ പാപം പോക്കി ശുദ്ധീകരിച്ച് വിശുദ്ധ വിളിയായി വിളിച്ചവനുമായ യേശു ക്രിസ്തുവിനെ സാക്ഷി നിർത്തി. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപ പരിഹാരത്തിനായി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ ലോകത്തിൽ അവതരിച്ച് 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവപുത്രനെന്ന് വ്യക്തമായി തെളിയിച്ച ശേഷം നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറിയിൽ കയറി മരിച്ച് അടക്കപ്പെട്ട് അരിമത്ത്യയിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനും തനിക്കായി കാത്തു നിൽക്കുന്നവനു വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനും അധിക താമസവിന തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയ ആദിത്ത് പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാലും അപ്പോസ്തലിക ഉപദേശത്താലും നിന്റെ സാക്ഷ്യവചനത്തിന്റെ ആധാരത്താലും 1000 ദൂതന്മാരെയും വിശുദ്ധ സഭയെയും സത്യദൈവത്തെയും സാക്ഷി നിർത്തി ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം ചെയ്യുവാനിരിക്കുന്ന ക്രിസ്തു യേശുവിനെ സാക്ഷി നിർത്തി. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗത്തിലെ സകല മഹിമകളും പദവികളും വെടിഞ്ഞ് ഈ ലോകത്തിൽ അവതരിച്ച് 33.5 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് ദൈവപുത്രനായി വ്യക്തമായി തെളിയിച്ച ശേഷം നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറിയിൽ കയറി തിരുവഴുത്തിൻ പ്രകാരം മരിച്ച് അരിമത്യായിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനും
തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനും അധിക താമസവിന തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാലും അപ്പോസ്തലിക ഉപദേശത്താലും നിന്റെ സാക്ഷ്യവചനത്തിൽ ആധാരമാക്കിയും 1000 ദൂതന്മാരെയും വിശുദ്ധ സഭയെയും സത്യദൈവത്തെയും സാക്ഷി നിർത്തി ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നപ്പോൾ ആദ്യദോഷികളായ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവമേ താങ്കൾ ലോകത്തിലേക്ക് മാതൃക കാണിച്ച ദൈവപുത്രാങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം അവരെ സൂക്ഷിക്കണമെന്ന് അവരെ അഭിഷേകം ചെയ്യണമെന്ന് ഈ അനുഭവത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്നാനപ്പെടുത്തി കർത്താവിന്റെ നാട്ടിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സഭയായി കടന്നു വന്ന ദൈവമേ, ദൈവമക്കളെ അതുപോലെ സഭയിൽ നിന്ന് കടന്നു വന്ന ദൈവത്തിന്റെ ദാസന്മാർ വിശ്വാസികൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം അങ്ങ് സഹായിച്ചു. ദൈവസാന്നിധ്യം വിശുദ്ധന്മാരുടെ കാവല് ഈ സ്നാനത്തിനുണ്ടായിരുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്വർഗ്ഗ മടക്കയാത്രയിൽ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ടായി പ്രാർത്ഥിക്കുന്നു. ചർച്ചിൽ വൃത്തം കാത്തു പരിപാലിക്കണം. തുറന്നു നടക്കുന്നതായ കർത്താവെ കർത്തമേ വിശുദ്ധാരാധന തിരുവത്താഴ് ശുശ്രൂഷകളെല്ലാം ഓർക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ സകലവും നിയന്ത്രിക്കും. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ നമ്മെ ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം, കൂട്ടായ്മ, കാവൽ സ്നാനപ്പെട്ടവരോടുകൂടി ലോകമെമ്പാടുമുള്ള എല്ലാ വിശുദ്ധന്മാരോടുകൂടി ഇന്നു മുതൽ എന്നേക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്ന കർത്താവിനെ സ്തുതിക്കാം. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു.